വെള്ളരിപ്പാടെന്ന് പറയാം അല്ലേ. ഇത് അപ്പച്ചൻ്റെ കൃഷി തന്നെയാണ് കേട്ടോ. കണ്ടാ എന്താ അതിൻ്റെ ഇലയുടെ ഒരു വലിപ്പം. ഞാൻ നട്ടിട്ടുണ്ട്, ഒരു 5-6 ഞാൻ നട്ടിട്ടുള്ളത് നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇവർ വിഷുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കായുള്ള പൂവൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഒക്കെ ആൺപൂവാണ്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പളങ്ങി കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതറിയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ അത്ര തിക്കായിട്ടല്ലേ നിൽക്കണേ. ചാണകം മാത്രമാണ് ഇവരുടെ വെള്ളരി കൃഷിയിലെ മെയിൻ റോള്. അപ്പോൾ വിഷുവിന് വേണ്ടി റെഡിയാക്കിയിട്ട് കണ്ടോ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ രോഗങ്ങൾ നമ്മൾ കാണാറില്ല, ഇങ്ങനെ ഇലയം ഒരു എന്താ പറയുക, ഒരു മാപ്പ് പോയ പോലെ. പക്ഷെ അത് അപൂർവ ഇലകളിലുള്ളൂ കേട്ടോ. വലിയ മറ്റേ കീടങ്ങളുടെ ആക്രമണം വന്നിട്ടില്ല, അല്ലെങ്കിൽ കുരുടിപ്പോ ഒന്നുമില്ല. പിന്നെ ചിലർ പറയില്ലേ, ചിലർക്ക് അതിനൊരു കൈപ്പുണ്യമുള്ള പോലെയാണ്. ഇവിടെ എന്ത് നട്ടാലും ഒരു കൈപ്പുണ്യം നമ്മൾ പറയും. അതിലെന്താ ഗുട്ടൻസ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ വെള്ളരി എന്തായാലും നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് കണ്ടോ. പിന്നെ പറയും വെള്ളരി കയ്ക്കുമെന്ന് പറയും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, വെള്ളരി വർഗ്ഗത്തിന് കയ്പ്പ് ഉണ്ടാവും എന്നൊക്കെ. ഇത് ഇവിടെ ഉണ്ട് കണ്ടോ പൂല് അയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. ഞാൻ ഉള്ളിലേക്ക് ഇറങ്ങണില്ല, വല്ല ഡാമേജ് ആയാലോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ആ കയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇതിൻ്റെ മുൻപത്തെ ട്രിപ്പിൽ നട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ അത് കച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ വെള്ളരിക്ക് പറയുന്നുണ്ടല്ലോ ഈ ചാണകപ്പൊടി ഇട്ടാൽ കയ്ക്കുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഇല്ല, 2 തരം വെള്ളരി ഉണ്ട്. അത് ചിലത് കയ്ക്കും, ചിലത് കയ്ക്കാത്തത്. ഞാനെന്താണെന്ന് വെച്ചാൽ കുക്കുംബറിനൊന്നും ഇടില്ല. കാരണം ചിലർ പറയണേക്കാം ചാണകം ഇട്ടാൽ കയ്ക്കുമെന്ന്. പിന്നെ ഇവർ ചാണകം യൂസ് ചെയ്യണത് ഇവിടെ തൊട്ടപ്പുറത്തൊരു വീട്ടിൽ പശുവുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ചാണകം കിട്ടുന്നത് കൊണ്ട് പിന്നെ ഇവർക്കത് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇവർ ചാണകം തന്നെയാണ് നന്നായി ഇട്ട് കൊടുക്കൂട്ടാ. ഇവിടെ പിന്നെ ഈ ഒരു ഏരിയയിൽ മാറി മാറി കൃഷി ചെയ്യും. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ചെയ്യും. പിന്നെ നോക്കി ഒരു വാട്ടുണ്ടോ നോക്കി, ദിവസത്തിൽ പ്രാവശ്യം തന്നെ നനയ്ക്കണമല്ലോ. നല്ല സൂര്യപ്രകാശമായിട്ടാണ് ഡയറക്റ്റ്, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാനലില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും നന്നായിട്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ വെള്ളരി നട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഏക്കർ കണക്കിന് ചെയ്തവർ നമുക്കറിയാമല്ലോ, വലിയ പാടത്തൊക്കെ ആൾക്കാർ ചെയ്യണ്ടേ ഈ വിഷുവിന് തയ്യാറായിട്ട്. അപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പുതിയ അറിവുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ ഈ കയ്പ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിനെപ്പറ്റി കൂടുതൽ അറിവുള്ളവരൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ കേട്ടോ.